അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ, അതിനെക്കുറിച്ച് ഞാൻ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ആ ലിസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ആ മരുന്നുകൾ, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ എങ്ങനെയൊക്കെ സൂക്ഷിക്കണം, എത്ര ദിവസത്തേക്ക് വാങ്ങി വെക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വാങ്ങിയിട്ട് കാത്തു സൂക്ഷിക്കുക. പിന്നെ ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുപാട് ക്ഷീണമൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. കാരണം ശക്തമായിട്ടുള്ള വെയിലത്താണ്. പിന്നെ തലവേദനയും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ശക്തമായുള്ളൊരു ചൂടത്ത് ശക്തമായിട്ട് തലവേദന, ഓക്കാനം വരിക, തലകറക്കം, പിന്നെ വരണ്ട ചർമ്മം, ഇതൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് ഒഴിവാക്കുക. അതിന് വേണമെങ്കിൽ വലിയ ക്യാപ്പോ അല്ലെങ്കിൽ അംബ്രലയോ സൺസ്ക്രീനോ സൺഗ്ലാസൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഈ സമയത്ത് പാലിക്കേണ്ട ന്യൂട്രീഷണൽ ടിപ്സ് എന്തൊക്കെയാണ്? ഒന്ന്,